സമാധാനയുടെ ഹൃദയത്തിലും കുടുംബത്തിലും എപ്പോഴും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള യാചനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. പവിത്രമായ ഈ ബന്ധത്തിന്റെ സ്ഥാപകനായ നേതാവുമായി കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. നിങ്ങളോട് കൂടെ നാവികളിലേക്ക് കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ സർവശക്തനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങയുടെ പരിസരത്തിനതേയുമായി അങ്ങ് ക്രിസ്തുവിൽ പുതിയ ഉടമ്പടി ചെയ്തത് ഇവിടുത്തെ മരണവും പുനരുത്ഥാനവും വഴി അങ്ങ് വീണ്ടെടുത്ത് ഞങ്ങളെ
ദൈവപ്രകൃതി പകരാക്കുകയും സ്വർഗീയ അമൃതത്തിന് അവകാശികളാക്കുകയും ചെയ്തു. മഹത്തായ ഈ ദിവ്യരഹസ്യത്തിലൂടെ ഞങ്ങൾക്ക് കരുണയുടെ പ്രസാദപര സമൃദ്ധി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹ ഉടമ്പടി അങ്ങ് പ്രകടമാക്കുന്നു. പാവനമായ ഈ കുദാശ അങ്ങയുടെ അവർണ്ണനീയമായ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. ഇത് എന്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ശുദ്ധമായിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ജീവനുള്ള അപ്പവും നിന്റെ രക്ഷ നൽകുന്ന പാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. Thank you.
കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അനന്തശക്തിയാൽ ഇല്ലായ്മയിൽ നിന്ന് സമസ്തവും സൃഷ്ടിച്ച അങ്ങ് ആദ്യം തന്നെ പ്രപഞ്ച ക്രമീകരണം നടത്തിയ ശേഷം സ്വന്തം ഛായയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് സ്ത്രീയെ ജീവിതസഖിയായി നൽകുകയും ചെയ്തുവല്ലോ. അങ്ങനെ മേലിൽ അവർ രണ്ടല്ല ഒന്നാണെന്നും ഒന്നായി തീർന്നവരെ ഒരിക്കലും വേർപെടുത്തുവാൻ പാടുള്ളതല്ലെന്നും അങ്ങ് പഠിപ്പിച്ചു. പിതാവേ, അങ്ങയുടെ പ്രിയ മകൻ ജാക്സനെ അനുഗ്രഹിക്കണമേ. ഈ മകൾ ഭാര്യയെ തന്റെ ജീവിത തുല്യ പങ്കാളിയും സമ്മാനത്തിന് കൂട്ടവകാശിയുമായി ആദരിക്കുവാനും ക്രിസ്തുനാഥൻ സഭയെ നിരന്തരം സ്നേഹിച്ചതുപോലെ എന്നും സ്നേഹിക്കുവാനും അനുഗ്രഹം നൽകണമേ. പിതാവേ, അങ്ങയുടെ പ്രിയ മകൾ നീറ്റായി പാർക്കണമേ. വിവാഹബന്ധത്താൽ ഭർത്താവുമായി ഒന്നായി തീർന്ന ഈ മകളെ അനുഗ്രഹിക്കണമേ. താവേ, മകൾ വിശുദ്ധങ്ങൾ പ്രകീർത്തിക്കുന്ന പുണ്യവതികളായ സ്ത്രീരത്നങ്ങളെ എന്നും അനുകരിക്കുവാനും ഭർത്താവിന്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും എപ്പോഴും പാത്രീഭവിക്കുവാനും കൃപ നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ മക്കളായ ഇവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും അനുസരിക്കുവാൻ സഹായിക്കണമേ. ഏകയോഗവൃതരായ ഇവർ സ്വഭാവ നൈർമല്യത്താൽ മാതൃക ദമ്പതിമാരായി പരിലസിക്കുവാൻ കൃപ നൽകണമേ. സുവിശേഷ ചൈതന്യത്താൽ ശക്തി ആർജിച്ച് സർവജന സമക്ഷം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനും അനുഗ്രഹിക്കണമേ. സന്താന ലാഭത്താൽ ഇവർ അനുഗ്രഹീതരാകട്ടെ. ഇവർ പുണ്യസമ്പന്നരായ മാതാപിതാക്കന്മാരാകുവാൻ അനുഗ്രഹിക്കണമേ. പല തലമുറകളെ സന്താന പരമ്പര കാണുവാനുള്ള ഭാഗ്യവും കർത്താവേ ഇവർക്ക് നൽകണമേ. ഇവർ ഇരുവരും ദീർഘായുസ്സുകളായി ജീവിക്കുവാനും ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗരാജ്യത്തിൽ സർവ്വവിശുദ്ധരും ഒത്തുനിൽക്കി ആനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തിൽപ്പാർത്ത് അങ്ങയുടെ തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പര പിതാവിന്റെ സമാധാനം